+1 അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്തു വിടുമ്പോൾ നിങ്ങൾക്ക് 2 സ്കൂളുകൾ കിട്ടും. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു ട്രിക്കുമാണ്. എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുത്താൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, +1-ൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സയൻസ് എടുക്കുമെന്ന് ഉറപ്പിച്ച കുട്ടികളുണ്ടാകും. അവർക്ക് ഒറ്റ കാര്യമാണ് ഇപ്പോൾ വേണ്ടത്. ക്ലാസ്സുകളേക്കാൾ അപ്പുറത്തേക്ക് +1-ൻ്റെ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാ എന്നുള്ളത് തിരഞ്ഞെടുക്കലാണ്. MS സൊല്യൂഷൻസ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരളത്തിലുടനീളമുള്ള +1 സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും +2 സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും 10,000-ഓളം പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വീട്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു 10,000-നടുത്തൊക്കെ ഓർഡറുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്തോ ആ ബുക്കിനൊരു പ്രത്യേകത ഉണ്ട് എന്നല്ലേ അർത്ഥം. ഒന്നുമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ A+ കിട്ടിയിരിക്കും. 500 എബോവ് മാർക്ക് കിട്ടാൻ ഈ ഒരൊറ്റ പുസ്തകം മാത്രം മതി. 1,450 രൂപ ഇപ്പോൾ ഓഫർ പ്രൈസാണ്, വാങ്ങിക്കൊള്ളാണ്ട് കേട്ടോ. ഓക്കെ, അധികമൊന്നും പറയുന്നില്ല. താഴേക്ക് മൊബൈൽ നമ്പർ ഉണ്ട്, വെറുതെ നമ്മൾ വീഡിയോ ലാഗ് അടിക്കുന്നില്ല. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ VHSC, ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് എന്ത് കിട്ടും? രണ്ടിലും ട്രയൽ വരും. HSCക്കും നിങ്ങൾ അപ്ലൈ ചെയ്തു, VHSCയും നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് ആ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങൾ പുതിയൊരു ഫോം അപ്ലൈ ചെയ്യുന്നു. സോ VHSC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും റിസൾട്ട് ഒരുമിച്ചാണ് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 24 വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ HSC ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ VHSC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവുമോ? ഇല്ല, ഇത് രണ്ടും നിങ്ങളുടെ റിസൾട്ടായിട്ട് വരും. സോ HSCയിലെയും VHSCയിലെയും റിസൾട്ട് വരുമ്പോൾ HSCയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളും VHSCയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും കിട്ടിയാലോ? ട്രയൽ അലോട്ട്മെൻ്റ് ആണല്ലോ, നമുക്ക് ഒന്നും കൂടിയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള സ്കൂളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും. അതിന് വേണ്ട ട്രിക്കുകളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HSCയിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 4 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈനലി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ VHSC ചെയ്തേ പറ്റുള്ളൂ. ഈ കോഴിക്കോട് ജില്ലയിലെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല, ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ VHS സ്കൂൾ ഉണ്ടാവില്ല. ഒരു ജില്ലയിൽ തന്നെ 10-15 സ്കൂളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, എന്താണ് ഇവകൾ തമ്മിലുള്ള വ്യത്യാസം? നിരവധി കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്, HSCയും VHS തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എടാ, സിമ്പിളായിട്ട് പറയാം, HSCയിലും 6 സബ്ജക്റ്റാണ്, VHSCയിലും 6 സബ്ജക്റ്റാണ്. ഇപ്പോൾ സയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ HSCയിലെ സയൻസ് പഠിക്കുന്ന, ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, 10ാം ക്ലാസ് വരെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു മലയാളമെങ്കിൽ, അല്ലെങ്കിൽ മലയാളം അറബിയൊക്കെ എങ്കിൽ +1 +2-ൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്ത്, മലയാളം അറബിയൊക്കെ. +2-ലെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷുമാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഈ മാത്സിൻ്റെ സ്ഥാനത്ത് ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, മാത്സിൻ്റെ സ്ഥാനത്തല്ല, ബയോളജിയുടെ സ്ഥാനത്ത് ഹയർ സെക്കൻഡറിയിൽ HSCയിൽ ഈ ബയോളജിയുടെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിനെ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ആ കോഴ്സിനെ വിളിക്കുന്ന പേര്. ഇനി VHSCയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും ഇല്ല. ഫിസിക്സ് തന്നെയാണ്, കെമിസ്ട്രി തന്നെയാണ്, ബയോളജി തന്നെയാണ്. എന്നാൽ മാത്സിൻ്റെ സ്ഥാനത്ത് അവരെന്ത് ചെയ്യണം? അവർ ഏത് കോഴ്സാണോ വൊക്കേഷണൽ സബ്ജക്റ്റ് പഠിക്കുന്നത്, ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ LTR എന്ന് പറയുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ ആ കുട്ടിയുടെ വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് LTR എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇനി ആ കുട്ടി ഫിറ്റ്നസ് ആണെങ്കിലോ FNT എന്ന് പറയുന്ന കോഴ്സ് ആണെങ്കിൽ ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് അത് FNT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ മാത്സിൻ്റെ സ്ഥാനത്തായിരിക്കും അത് വരിക. ഇനി ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് തന്നെ ഉണ്ടാവുക. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ സ്ഥാനത്ത് കോമൺ ആയിട്ടുള്ള ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് ഉണ്ടാകും. അതിൻ്റെ പേരാണ് AD, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. എന്താണ് അതിൻ്റെ മലയാളം? സംരംഭകത്വ വികസനം. കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എക്സാം ചെയ്തോ. ഓക്കെ, സോ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്ക് പകരമാണ്? സെക്കൻഡ് ലാംഗ്വേജിന് പകരമാണ്. അപ്പോൾ സാറേ
VHSCയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലേ? ഇല്ല. VHSCയിൽ ഒരു മലയാളം പോലും അവിടെ പഠിക്കുന്നില്ല. മലയാളം എന്ന സബ്ജക്റ്റ് ഇല്ല, അറബി ഇല്ല, ഹിന്ദി ഇല്ല, ഉറുദു ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പോൾ ഇത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കാണുന്നുണ്ട്, പക്ഷേ ഇതിൽ മാത്സ് കാണുന്നില്ലല്ലോ, അപ്പോൾ ഈ സയൻസിന് എന്താ പറയുക? എടാ, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് +2 കഴിഞ്ഞിട്ട് നീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ നിങ്ങൾ എടുത്ത കോഴ്സ് അല്ല നോക്കുക, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കുക. മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ എന്ത് മതി? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പറയുന്ന സബ്ജക്റ്റുകൾ മതി. അത് 3ഉം എന്തിലുണ്ട്? VHSCയിലുണ്ട്. അപ്പോൾ ഈ 3ഉള്ള കുട്ടീനെ എന്താ വിളിക്കുക? സയൻസ് സ്റ്റുഡൻ്റ് എന്നാ പറയുക. അപ്പോൾ സാറേ എനിക്ക് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിന് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 7ാമതായിട്ട് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ ചെന്നിട്ട് മാത്സും കൂടി എനിക്ക് പഠിക്കണം സാർ, എനിക്ക് അഡീഷണൽ മാത്സ് വേണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റായി? 7 സബ്ജക്റ്റായി. ആ 7ാമത്തെ സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ മാത്സും കൂടി നിങ്ങൾക്ക് പഠിക്കാം. ആ കുട്ടിക്ക് +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലേക്കും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും പോകാം. ഓക്കെ സാർ, എനിക്ക് മെഡിക്കൽ ഫീൽഡ് വേണ്ട, എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉള്ളൊരു ഫീൽഡ് മതി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള സബ്ജക്റ്റും പഠിക്കാം. ബയോളജിയുടെ സ്ഥാനത്ത് ആരുണ്ടായിരിക്കും? മാത്സ് ഉണ്ടായിരിക്കും. ആ കുട്ടിക്ക് 6 വിഷയം മതി. ഓക്കെ, 7ാമതായിട്ട് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല, ബയോളജി അഡീഷണൽ എടുക്കാനും കഴിയില്ല. മാത്സ് മാത്രം കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാം. ഇനി മാത്സ് പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷനുള്ള കോഴ്സാണ് VHSCയിലേക്ക് ഒരു കുട്ടി എടുത്തതെങ്കിൽ ആ കുട്ടിക്ക് 6 സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണോ സാർ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. +1 കുട്ടികൾക്ക്, HSC കുട്ടികൾക്ക് ലാബില്ല. +1 VHSC കുട്ടികൾക്ക് ലാബ് എക്സാം ഉണ്ട്. ചെറിയൊരു ലാബ് എക്സാം ആയിരിക്കും, ഒട്ടത് പാസ്സാകാൻ പറ്റുന്ന എക്സാം ആയിരിക്കും കേട്ടോ. +2 2 പേർക്കും ലാബുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഇനി സാർ എങ്ങനെയാണ് VHSC കൊടുക്കേണ്ടതെന്ന് തന്നെ ആർക്ക് അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ VHSCAP എന്ന് എവിടെ സെർച്ച് ചെയ്യുക? ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾ HSCAP അല്ലേ HSCക്ക് സെർച്ച് ചെയ്തത്? VHSCക്ക് സെർച്ച് ചെയ്യേണ്ടത് VHSCAP ആണ് കേട്ടോ. ഒരു V തുടക്കത്തിലിട്ട് കൊടുത്താൽ മതി. അവിടെ പോയി എന്താ VHSCAP, ഇതാണ് കേട്ടോ നമ്മുടെ സൈറ്റ് VHSCAP. ഓക്കെ, ആ VHSCAP ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു മാനുവൽ ഉണ്ട്. അതായത് നമ്മുടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അറിയാതെ എന്നോട് തട്ടിപ്പോയതാട്ടോ. സോ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോം കൊടുക്കാം. ഇനി സാർ ഇത് എങ്ങനെയാണ് കോഴ്സും കോഡും ഒക്കെ? ഇതാണ് കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോഴ്സിൻ്റെ കോഡ് 1 മുതൽ കുറേ എണ്ണം ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ VHSC കോഴ്സുകളാണ്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് നോക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ കോഴ്സിൻ്റെ പേര് പവർ ടില്ലർ ഓപ്പറേറ്റർ എന്നാണ്. പവർ ടില്ലർ ഓപ്പറേറ്റർ. ആ കുട്ടിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഫിസിക്സും ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സും ഉണ്ട്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറ 6ാമത്തെ കോഴ്സ് ഏതായിരിക്കും? 6ാമത്തേത് പവർ ടില്ലർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ അല്ലേ? ഇനി ഫിസിക്സ് ഇതുപോലെ കുറേ കോഴ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് VHSCയിൽ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ ഇതൊക്കെ പൊതുവേ കാണാറുള്ളത് ഫിറ്റ്നസ് ലാബ് ടെക്നീഷ്യൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ബയോളജിക്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് വെറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിൻ്റെ കോഡ് 31 കോഴ്സിൻ്റെ കോഡ് നമ്പർ. ആ കോഴ്സ് 31ാമത്തെ കോഴ്സ് കോഡിൽ വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റിയ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന LTR ആണ് കേട്ടോ. LT കാണുന്നില്ല, LT എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, ഇനി ഇതൊക്കെയാണ് കോഴ്സിൻ്റെ കോഡെങ്കിലും സ്കൂൾ ലിസ്റ്റ് എവിടെ സാർ? ഇതാണ് തൊട്ടപ്പുറത്ത്. നിങ്ങൾക്ക് ബാക്ക് അടിച്ചാൽ ഇതിപ്പോൾ കോഴ്സ് കോഡല്ലേ? യെസ്, ഇവിടെ ബാക്ക് അടിച്ചാൽ സ്കൂൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഏതാണ്? ഞാനിപ്പോൾ കോഴിക്കോട് കൊടുത്തു. അപ്പോൾ കോഴിക്കോടുള്ള ഇത്രയും സ്കൂളുകൾ ഇവിടെ അവൈലബിൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ കോഴിക്കോട് സ്കൂളിൽ. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന സ്കൂള് റഹ്മാനിയ സ്കൂളാണ്. റഹ്മാനിയ VHSC ഉണ്ട്. അവിടെ 10ാമത്തെ കോഴ്സ് ഉണ്ട്, 31ാമത്തെ കോഴ്സ് ഉണ്ട്, 13ാമത്തെ കോഴ്സ് ഉണ്ട്, 3 ഉണ്ട്, 28 ഉണ്ട്. ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. ഗവൺമെൻറ്റിനോട് കോപ്പറേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ. നോക്കിക്കേ, ഈ സ്കൂളിൽ റഹ്മാനിയ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോഡ്
VHSCയുടെ കോഡ് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, HSCൻ്റെ കോഡ് വേറാണ്, VHSCൻ്റെ കോഡ് വേറാണ്. ഇനി 10, 31, 13, 3, 28. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എനിക്ക് ഇപ്പോൾ 10 എന്ന് പറയുന്നത് സയൻസ് ആണോ എന്നറിയില്ല, 31 സയൻസ് ആണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് കോഴ്സ് ലിസ്റ്റ് ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് നോക്കുക 10 ഏതാണ് വരുന്നത്, 10 ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പെരിഫറൽസ്. അവിടെ ആരൊക്കെ വരുന്നുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും വരുന്നുണ്ട്. സോ അത് ബയോളജി ഇല്ലാത്ത എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കുള്ള സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇനി 30 എത്രയും കണ്ടത്, 31 യെസ് 31 ഇതാ നോക്കിക്കേ, 31 ഏതാണ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് ട്രെയിനി ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരുന്നുണ്ട്. സോറി ഇത് 31 ഈ നമ്പർ ആയി പെട്ടെന്ന് ഞാൻ നോക്കിയത് ഈ നമ്പർ ആട്ടോ 31, ഇത് കോഡാണ്, ഇതാണ് 31. ലാബ് ടെക്നീഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് ടെക്നീഷ്യൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ഉണ്ട് കേട്ടോ. 6ാമത്തെ സബ്ജക്റ്റ് ഏതായിരിക്കും, അത് LT എന്ന് പറഞ്ഞ സബ്ജക്റ്റും ആയിരിക്കും. സോ ഇതാണ് VHSC എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും VHS ക്യാപ്പ് സൈറ്റിലൂടെ VHSCയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ സാറേ VHSCയിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ കാര്യം, എങ്ങനെയാണ് എനിക്ക് 2 സ്കൂൾ കിട്ടുക? എടാ, VHSCയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി മെയ് 24-ാം തീയതി നിങ്ങളുടെ HSC റിസൾട്ടും വരും, അതോടൊപ്പം തന്നെ VHSC റിസൾട്ടും വരും. ഇത് രണ്ടും ട്രയൽ അലോട്ട്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, HSC റിസൾട്ടിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ VHS സ്കൂളിൽ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി HSCയിൽ കിട്ടിയിട്ടില്ല, VHSCയിലും കിട്ടിയിട്ടില്ല, അല്ല HSCയിലും കിട്ടിയിട്ടുണ്ട്, VHSCയിലും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാണ്, 2 സംഗതിയാണ്. രണ്ടും ഗവൺമെൻറ് ആണെങ്കിലും രണ്ടും 2 അലോട്ട്മെൻ്റ് ആണ്, പക്ഷെ ഒരേ സമയത്താണ് ഇത് വരിക. എന്നോട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ജൂൺ 2-ാം തീയതി ഫോർ എക്സാമ്പിൾ ജൂൺ 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ HSCയും VHSCയും ഫോം വരുമ്പോൾ നിങ്ങൾക്കിപ്പം HSCയിൽ കിട്ടിയിട്ടുണ്ട്, VHSCയിൽ കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ജൂൺ 2-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് HSCയിൽ കിട്ടിയിട്ടില്ല, എന്നാൽ VHSCയിൽ ഒരു കോഴ്സിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം VHSCക്ക് പോകണോ പോകണ്ടേ എന്നുള്ളത്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും, HSC മാത്രം മുന്നോട്ടേക്ക് പോകും. അല്ലാതെ നിങ്ങൾ പോകാതിരുന്നുകൊണ്ട് രണ്ടും ക്യാൻസലാക്കിയൊന്നുമില്ല കേട്ടോ. ഒരിക്കലും HSC VHSCയെ ബാധിക്കുകയോ VHSC HSCനെ ബാധിക്കുകയോ ഇല്ല. ഇനി നിങ്ങൾ ചോദിക്കുന്ന സംശയം എന്താണെന്ന് എനിക്കറിയാം, ഇതിലേതാണ് ബെറ്റർ എന്നുള്ളതല്ലേ. MS സൊല്യൂഷൻസിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് രണ്ടും ഓക്കെയാണ്. HSCയും ഓക്കെയാണ്, VHSCയും ഓക്കെയാണ്. നിങ്ങൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് VHSCയും ഉപകാരപ്രദമാണ്. പിന്നെ എഞ്ചിനീയറിംഗിലും പോകണം, മെഡിക്കലിലും പോകണം, അങ്ങനെ രണ്ടും കൂടി ആലോചിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ HSC നോക്കുന്നതാണ്. നേരെ മറിച്ച് തൊഴിലധിഷ്ഠിതമായിട്ട് പഠിക്കണം, സാർ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വേണം, പക്ഷേ എനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് മാത്രം പോയാൽ മതി, അപ്പോൾ സൈക്കോളജി സയൻസ് മാത്രമേ നമ്മുടെ എന്തിലുള്ളൂ, HSCയിലുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ മാത്രം വരുന്ന ഒരുപാട് കോഴ്സുകൾ ഓരോ സ്കൂളുകളിലും അവൈലബിൾ ആണ്. ആ കോഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഒതുങ്ങാൻ പറ്റും. വെറുതെ സമയം സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് മലയാളം അറബി ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് സമയം പാഴാക്കേണ്ടതില്ല. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു കോഴ്സിലേക്ക് ഒതുങ്ങാനും അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റുമെന്നുള്ളതാണ് VHSCയുടെ ഏറ്റവും വലിയ സവിശേഷത. പക്ഷേ VHSC എന്തുകൊണ്ട് ആൾക്കാർ ഒഴിവാക്കുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും VHSCയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പക്ഷേ VHSC എത്രയോ ബെറ്ററാണ് HSCയേക്കാൾ എന്ന് ഞാൻ പറയും. ഓക്കെ, അതാരും വാദിക്കാൻ വന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ അവിടെ ഒരു പക്ഷേ വരുന്നത്, HSC രണ്ടും മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് HSCയിലെ ബയോസയൻസ് ആണ് ബെറ്റർ. നേരെ മറിച്ച് എനിക്ക് മെഡിക്കൽ ഫീൽഡ് മാത്രം മതി, എഞ്ചിനീയറിംഗ് ഇഷ്ടമേ ഇല്ല, അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണ്, VHSC ആണ്. തിരിച്ചും എഞ്ചിനീയറിംഗ് മാത്രം മതി, എനിക്ക് HSC വേണ്ട, ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, HSCയിലെ കമ്പ്യൂട്ടർ സയൻസ് നോക്കാം, അത് കിട്ടിയിട്ടില്ലെങ്കിൽ VHSCയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷനുള്ള സബ്ജക്ട്സ് നോക്കാം. ഓക്കെ, എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലാഗാവും. നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ട്രിക്ക് എന്നുള്ള കാര്യവും പറഞ്ഞു തന്നു. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നു കഴിഞ്ഞിട്ട് രണ്ടും എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള സ്കൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. ഇപ്പം എന്തായാലും കമൻറ്റ് ചോദിക്കും, സാർ ഇനി കൊടുക്കാൻ പറ്റുമോ, സമയം കഴിഞ്ഞോ? ഇല്ല, മെയ് 20 വരെ സമയമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക.
എന്നിട്ട് കാനഡ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള മാനുവൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മാനുവൽ ഓൾറെഡി VHSCAPൻ്റെ സൈറ്റിലുണ്ട്. ഇനി ഒരുപാട് സംശയങ്ങൾക്ക് VHSC ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഒരേ മൊബൈൽ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് HSCയും കൊടുക്കാം VHSCയും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.